$5,000 മതി. ഒരാൾക്ക് $5,000 മതി. ഫ്ലൈറ്റ് ടിക്കറ്റും അക്കോമഡേഷനും ട്രെയിൻ യാത്രയും ഉൾപ്പെടെ. നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. ലോകത്തിന് ഏതു ഭാഗത്തായിരുന്നാലും മലയാളികളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് യൂറോപ്പ്. അത് കാണാനും അവിടുത്തെ കൾച്ചർ അനുഭവിക്കാനും അവിടെയുള്ള സൗന്ദര്യം ആസ്വദിക്കാനുമായിട്ടുള്ള വളരെയധികം ആഗ്രഹമുണ്ട് നമുക്ക് എല്ലാവർക്കും. അതിപ്പോൾ ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന മലയാളികളായാലും അത് ന്യൂസിലൻഡിൽ താമസിക്കുന്ന മലയാളികളായാലും നമ്മുടെ കേരളത്തിൽ താമസിക്കുന്ന മലയാളികളായാലും നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കണം, അവിടെ പോകണമെന്നുള്ളത്. പക്ഷേ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും പോകാൻ സാധിക്കില്ല. ഏറ്റവും നമ്മുടെ ഒരു കൺസേൺ ആയിട്ടുള്ളത് നമുക്ക് അതിയായ ഒരു ആഗ്രഹം പലപ്പോഴും ഉണ്ടാകാറില്ല പോകാനായിട്ടുള്ളത്. കാരണം പൈസ തന്നെയാണ് വിഷയം. എന്തുമാത്രം എക്സ്പെൻസ് ആവും, നമ്മളെക്കൂടെ താങ്ങാൻ പറ്റുമോ എന്നുള്ള പല കാര്യങ്ങളുണ്ട്. പിന്നെ അവിടെ പോയാൽ നമുക്ക് ആരെ കോണ്ടാക്റ്റ് ചെയ്യണം, ആര് നമ്മളെ കൊണ്ടു നടക്കും, ഏതൊക്കെ സ്ഥലങ്ങൾ നമ്മൾ കാണണം എന്നതിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ല. എത്ര ദിവസം എടുക്കുമെന്ന് പോയി കാണാനായിട്ട്, ഒരു മാസം വേണോ അതോ 15 ദിവസം മതിയോ എന്നുള്ള കാര്യങ്ങളിൽ ഇതിനെക്കുറിച്ചൊക്കെ വളരെയധികം കാര്യമായിട്ട് നമ്മളോട് സംസാരിക്കാൻ സാധിക്കുന്ന റെജിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹം ഓസ്ട്രേലിയയിൽ മെൽബണിൽ താമസിക്കുന്നു. കഴിഞ്ഞ ദിവസം യൂറോപ്പിന് പോയി ഒരു ഫാമിലിയായിട്ട് വളരെ തുച്ഛമായ പൈസയ്ക്ക് അവർക്ക് പോയിട്ട് വരാനായിട്ട് സാധിച്ചു. അദ്ദേഹം എങ്ങനെയാണ് പോയത്, നമ്മളെ മലയാളികൾക്ക് എങ്ങനെ പോകാനായിട്ട് സാധിക്കും, പേടിക്കേണ്ട ഒരു കാര്യവുമില്ല, എങ്ങനെ പോയി എൻജോയ് ചെയ്ത് വരാം എന്നതിനെക്കുറിച്ച് റിജി വളരെ സിമ്പിളായിട്ട് നമ്മളോട് പറയുന്നതായിരിക്കും. റിജി, നമസ്കാരമുണ്ട്. നമസ്കാരം ജിൽസേ. നമ്മുടെ മലയാളികളെല്ലാം വളരെ ഒരു ആഗ്രഹമാണ് യൂറോപ്പ് പോവുക എന്ന് പറയുന്നത്. അത് തന്നെ അല്ലേ? പക്ഷേ പോകുന്നവർ വളരെ ചുരുക്കമാണ്. പക്ഷേ റിജി അങ്ങനെ പോകാനായിട്ട് ആഗ്രഹിക്കുകയും പോകാൻ സാധിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. അതേക്കുറിച്ച് ഒരുപാട് പഠിക്കുകയും ചെയ്തു അല്ലേ? സോറി കേട്ടോ, അതിന് മുമ്പ് റിജി നാട്ടിലെ ഞാൻ കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്താണ്. പൊൻകുന്നംകാരനായ റിജിക്ക് ഓസ്ട്രേലിയയിൽ വരികയും ഇവിടുന്ന് പിന്നെ നമുക്ക് യൂറോപ്പിന് പോകാൻ സാധിക്കുകയും ചെയ്തു. എല്ലാവർക്കും പോകാനായിട്ട് സാധിക്കുന്ന ഒരു സ്ഥലമല്ലേ? അതെ, വളരെ ഈസി ആയിട്ട് പോകാനായിട്ട് സാധിക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും വലിയ കൺസേണുകളിലൊന്ന് ഒരുപാട് പൈസ ഇതിനാകും എന്നുള്ളതാണ്. പിന്നെ അവിടെ ചെന്നാൽ ആരെ നമ്മൾ കോണ്ടാക്ട് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചോദിക്കുന്നത്, ഇവിടുന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ നമുക്ക് വിസ ആവശ്യമുണ്ടോ? ഇല്ല, നമുക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് പോകുമ്പോഴത്തേക്കും വിസയുടെ ആവശ്യമില്ല. നമുക്ക് പിന്നെ ഓസ്ട്രേലിയൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ, മിനിമം 6 months വാലിഡിറ്റി പാസ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം. അത് തന്നെ, അത് തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റിന് എത്ര തുകയാകും? ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് $2,000 ഒരാൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ആകത്തുള്ളൂ. അപ്പ് ആൻഡ് ഡൗൺ. അത് തന്നെ. ഏത് മാസമാണ് നമുക്ക് പോകാൻ പറ്റിയത്? അത് നല്ല ചോദ്യമാണ്. കാരണം കാലാവസ്ഥ വലിയൊരു ഫാക്ടറാണ് അവിടെ. അപ്പം ഏറ്റവും നല്ല മാസം എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസമാണ്. അത് ഷോളർ സീസണാണ്. അപ്പോൾ അവിടെ ചൂടും കുറവാണ്, തണുപ്പും കുറവാണ്. ആ സമയത്ത് യാത്ര ചെയ്യുവാണെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിരിക്കും, പോയി വരാൻ സാധിക്കും, എൻജോയ് ചെയ്യാൻ സാധിക്കും. അത് തന്നെ. പിന്നെ മറ്റൊരു പ്രശ്നം വെച്ചാൽ നമ്മൾ പലർക്കും മുതിർന്ന കുട്ടികളുണ്ട്, ചിലർക്ക് ചെറിയ കുട്ടികളാണ്. ഏത് പ്രായത്തിലുള്ളവർക്കാണ് കൂടുതലായിട്ടും അവിടെ മീൻസ് ഏത് പ്രായത്തിൽ വരെ മീൻസ് കുഞ്ഞു കുട്ടികൾക്ക് പോകാൻ സാധിക്കുമോ, അത് മുതിർന്നതിന് ശേഷമാണ് പോകുന്നത് നല്ലത്? അത് നല്ലൊരു ചോദ്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 10 വയസ്സ് കഴിഞ്ഞ് പൂർത്തിയായ പിള്ളേരാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം നമുക്ക് ഏറെ ദൂരം അവിടെ നടക്കാനുണ്ട്. നടന്നു പിള്ളേർ ഒത്തിരി മടുക്കും. അപ്പം 10 വയസ്സിന് കുറവുള്ള പിള്ളേരാണെങ്കിൽ അവർ വളരെ ടയേർഡാകും, പിന്നെ വഴക്കുണ്ടാക്കാൻ തുടങ്ങും. കറക്റ്റ്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ആരെയാണ് അവിടെ കോണ്ടാക്ട് ചെയ്യുന്നതൊരു വലിയ വിഷയമുണ്ട്. അവിടെ ചെന്ന് നമ്മളെ കൊണ്ടുവന്ന് കാണിക്കണമല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ അറിയാവുന്ന ആരെങ്കിലും വേണം. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നല്ല കാര്യം. അതല്ലെങ്കിൽ നമുക്കൊരു കോണ്ടാക്ട് വേണമല്ലോ, മീൻസ് നമ്മളെ കൊണ്ടുവന്ന് കാണിക്കാനൊക്കെ ആയിട്ടുള്ള. അങ്ങനെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തത്? ആരെങ്കിലും ഉണ്ടോ അവിടെ? നമുക്ക് അവിടെ ധാരാളം മലയാളികൾ അവിടെ ഇങ്ങനെ ഈ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ട് അവിടെ. ഇപ്പം ഞാൻ ഇവിടുന്ന് പോയപ്പോൾ പിന്നെ ഇവിടുന്ന് അലക്സ് എന്ന് പറഞ്ഞ നമ്മുടെ ഏറ്റുമാനൂരുകാരൻ അലക്സ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അവിടെ ചെന്ന് ഫ്ലൈറ്റ് ഇറങ്ങി. അദ്ദേഹം ഞങ്ങളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തു. പിന്നെ 2 ആഴ്ച മുഴുവൻ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയി നടന്ന് കാണിച്ചു. സമയാസമയങ്ങളിൽ നമ്മൾക്ക് ഭക്ഷണം ഡിന്നറോ ലഞ്ചോ കഴിക്കാൻ സമയമാകുമ്പോൾ അദ്ദേഹം വണ്ടിയിൽ എല്ലാ സ്ഥലത്തൂടെയും കൊണ്ടുപോയി നടന്ന് നമ്മളെ ഓരോ ഹോട്ടലുകളിൽ കൊണ്ടുപോയി ആക്കി ഭക്ഷണം കഴിച്ചു. പിന്നെ നമ്മൾ രാവിലെ അവർ തന്നെ അലക്സ് അക്കോമഡേഷൻ ഓർഗനൈസ് ചെയ്ത് തന്നു. ഓക്കെ. അപ്പോൾ അലക്സാണ് നിങ്ങൾക്ക്
അക്കോമഡേഷൻ ഓർഗനൈസ് ചെയ്യുന്നത്. അത് തന്നെ. റെജി ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അലക്സുമായിട്ട് കോൺടാക്ട് ചെയ്തു? അല്ല, റെജി ഇവിടെ ബുക്ക് ചെയ്തിട്ടല്ല പോയത്? അല്ല. നമ്മുടെ ഇവിടുന്ന് നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അത് റിസ്ക് ഉണ്ട്. കാരണം ഇൻ കേസ് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വന്നാൽ നമുക്ക് അതിൻ്റെ പൈസ കൊടുത്തിട്ട് പോകും. അലക്സ് ബുക്ക് ചെയ്ത് തന്നപ്പോൾ അവർ ആദ്യത്തെ ദിവസങ്ങളിൽ ബുക്ക് ചെയ്ത് തരും, കൺഫേംഡ് ആക്കിയിട്ട്. പിന്നെ നമ്മൾ ചെല്ലുന്നതനുസരിച്ച് അവർ ബുക്ക് ചെയ്ത് തരും. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ കൊണ്ടേ കാണിച്ചു. പിന്നെ അതുപോലെ തന്നെ അക്കോമഡേഷനിൽ കൊണ്ടേ ആക്കും. പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് തന്നെ പിക്ക് ചെയ്യും. പിന്നെ തിരിച്ച് എയർപോർട്ടിൽ കൊണ്ടേ വിടുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഫുഡ് കാര്യങ്ങൾക്കൊക്കെയാണ് നമുക്ക് ഒരു പക്ഷേ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്, ഒരുപാട് ടൈം പോകും. അലക്ഷന് കാര്യങ്ങളെല്ലാം അറിയാം. പറയുവാണ് ഇന്ന് ചൈനീസ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ നല്ല ചൈനീസ് ഷോപ്പിൽ കൊണ്ടുപോകും. അക്കോമഡേഷൻ ആണ്, നല്ല അക്കോമഡേഷൻ, എല്ലാം നല്ല ഒരു 4 സ്റ്റാർ 5 സ്റ്റാർ അക്കോമഡേഷൻ ആയിരുന്നു ഞങ്ങൾക്ക് ചെയ്തു തന്നതെല്ലാം. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ആദ്യം സിംഗപ്പൂർ നിങ്ങൾ എങ്ങോട്ടാണ് ആദ്യം പോയത്? സിംഗപ്പൂരിൽ നിന്ന് ഞങ്ങൾ റോമിലേക്ക് ചെന്നു. റോമിൽ ചെന്ന് പിന്നെ അവിടെ ആദ്യം കൊളോസിയമാണ് ചെന്ന് കണ്ടത്. കൊളോസിയം ചെന്ന് കണ്ടു. അതിനുശേഷം അവിടെ നമ്മൾ സ്പാനിഷ് സ്റ്റെപ്സ്, ട്രെവി ഫൗണ്ടൻ ഇതെല്ലാം കണ്ടിട്ട് പിന്നെ പിറ്റേ ദിവസം വത്തിക്കാൻ സിറ്റി കണ്ടു. അവിടെ ഇതുപോലെ വത്തിക്കാൻ മ്യൂസിയം, സിസ്റ്റൈൻ ചാപ്പൽ, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ഇതെല്ലാം കണ്ടു. തുടർച്ചയായിട്ട് യാത്ര ചെയ്ത് പിസ ഗോപുരം കണ്ടു. ലീനിങ് ടവർ ഓഫ് പിസ അത് കണ്ടു. എത്ര ദിവസം റോമിലുണ്ടായിരുന്നു? റോമിൽ ഞങ്ങൾ 2 ദിവസം ഉണ്ടായിരുന്നു. അതിനുശേഷം പിസ ഗോപുരം കാണാനായിട്ട് പോയി. തേർഡ് ഡേയിൽ പോയി. അവിടുന്ന് പിന്നെ ഫ്ലോറൻസിലേക്ക് പോയി. അത് പിന്നെ അവിടുന്ന് പിന്നെ വെനീസിൽ ഒരു ദിവസം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പാദുവ, പിന്നെ മിലാൻ, പിന്നെ അതിന് ശേഷം നമ്മൾ ഇറ്റലിയിൽ നിന്ന് നേരെ നമ്മൾ സ്വിറ്റ്സർലാൻഡിലേക്കാണ് കയറിയത്. നമുക്ക് എല്ലാവർക്കും വളരെയധികം കേട്ടിട്ടുള്ള സ്ഥലമാണ്, പോകണം എന്ന് ആഗ്രഹിക്കുന്ന സ്ഥലമാണ് സ്വിറ്റ്സർലൻഡ്. പ്രകൃതി ഭംഗി കൊണ്ട് അതിസുന്ദരമാണ് അല്ലേ? അതെ. അപ്പോൾ നിങ്ങൾക്ക് പോയിട്ട് ഇഷ്ടപ്പെട്ടോ? അയ്യോ, സംശയമില്ലാത്ത കാര്യമല്ലേ. പ്രകൃതി ഭംഗിയുടെ ഒരു അവസാന വാക്കാണ്, പ്രകൃതിയുടെ ഭംഗിയുടെ അവസാന വാക്കാണ് ഹെവൻ ഓൺ എർത്ത് എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥമായിട്ട് ഹെവൻ ഓൺ എർത്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എത്ര ദിവസം ഉണ്ടായിരുന്നു ടോട്ടൽ പോയി വരാൻ? ഞങ്ങൾ അതുകൊണ്ട് 12 മുതൽ 14 ദിവസം ഉണ്ടായിരുന്നു, പിന്നെ ഫ്ലൈറ്റ് യാത്ര ഉൾപ്പെടെ. ആണല്ലേ? അപ്പോൾ 14 ദിവസം കൊണ്ടാണ് ഇവർ യൂറോപ്പിന് പോയത്. അത് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇവർ അപ്പ് ആൻഡ് ഡൗൺ $2000 വെച്ചായി. ഇപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് നിങ്ങൾക്ക് എത്ര വന്നു? അതായത് ഒരു ഫാമിലിക്ക് ഇപ്പോൾ 2 ആഴ്ചത്തേക്ക് അവിടെ പോകണമെന്നുണ്ടെങ്കിൽ $5000 മതി. ഒരാൾക്ക് $5000 മതി. ഫ്ലൈറ്റ് ടിക്കറ്റും അക്കോമഡേഷനും ട്രെയിൻ യാത്രയും ഉൾപ്പെടെ. അപ്പോൾ അലക്സിൻ്റെ പൈസ അങ്ങോട്ട് ഉൾപ്പെടെയാണ് ഈ പറയുന്നത്? അല്ല, ഇത് നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ അലക്സിനെ നമ്മളിവിടുത്തെ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ പിന്നെ അദ്ദേഹം വരുന്നത് ഒരു 9 സീറ്റർ വണ്ടിയായിട്ടാണ്, നല്ല ഹൈറ്റുള്ള വണ്ടി. അപ്പം 2 ഫാമിലിക്ക് വേണമെങ്കിൽ പോകാം. 4 അംഗങ്ങൾ 2 ഫാമിലിക്ക് സുഖമായിട്ട് പോകാം ഒരു വണ്ടിയാൽ. നല്ല ഹൈറ്റുള്ള വണ്ടിയാണ്. അപ്പോൾ ഏതൊക്കെയാലും അലക്സിനെയാണ് റെജി കോൺടാക്ട് ചെയ്തത്. അലക്സാണ് കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്ത് കൊടുത്ത്. അദ്ദേഹം യൂറോപ്പിലുള്ള ആളാണ്, ലൈസൻസ് ഉള്ള ആളാണ്. അദ്ദേഹത്തിന് വണ്ടിയുണ്ട്, നല്ല മുഴുത്ത വണ്ടി എന്നല്ല പറഞ്ഞു. അതെ, 9 സീറ്റർ വണ്ടിയുണ്ട്. പുള്ളി അതുമായിട്ട് വന്ന് നിങ്ങളെല്ലായിടത്തോടെയും കൊണ്ടുവന്ന് കാണിക്കും. എന്താവശ്യമുണ്ടായാലും പുള്ളിയോട് പറഞ്ഞാൽ മതി. കാരണം പുള്ളി വർഷങ്ങളായിട്ട് അവിടെ ഉള്ള ആളാണ്, 10-12 വർഷമായിട്ട് സർവീസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്ക് എല്ലാം അറിയാം. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്സിൻ്റെ പേരും ഡീറ്റെയിൽസും ഫോൺ നമ്പറും എല്ലാം നമ്മൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്ത് യൂറോപ്പിന് പോകണം താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റെജിയുടെ നമ്പറില്ലേ? നമ്പറുണ്ട്. ഞാൻ നമ്പർ പിന്നെ നമുക്ക് പിന്നെ ഈ സബ്സ്ക്രിപ്ഷനിലായിട്ടെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല, ആർക്കെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകാവുന്നതാണ്. അല്ലെങ്കിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചാൽ പോലും പുള്ളിക്കാരൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും, ഏത് സമയത്ത് ചെല്ലണം, എങ്ങനെയാണ് പോകേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ആയിട്ട്. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം സ്വിറ്റ്സർലാൻഡ് തന്നെയാണ്. അത് തന്നെ, സംശയമില്ല. പക്ഷെ യൂറോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ സ്വിറ്റ്സർലാൻഡിൽ പോയതിനു ശേഷം സ്വിറ്റ്സർലാൻഡിൽ നിന്ന് നേരെ ഫ്രാൻസിൽ ചെന്ന് പാരീസിൽ ചെന്ന് ഈഫൽ ടവർ, അതുപോലെ തന്നെ ആ സീൻ നദിയിൽ കൂടെ ഒരു ക്രൂസ് ഉണ്ടായിരുന്നു. പിന്നെ നോർത്ത് ഡാം കത്തീഡ്രൽ, അത് ഈ കഴിഞ്ഞ ഡിസംബർ മാസം അത് ഓപ്പൺ ആക്കുകയും ചെയ്തു. അതെല്ലാം കാണാൻ സാധിക്കും നമുക്ക്. അപ്പോൾ ഈ ഫ്രാൻസിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ആൾക്കാർ പറഞ്ഞാൽ അവിടെ ഒരുപാട് വൃത്തികേടൊക്കെ ആയിട്ട് പാരീസൊക്കെ കിടപ്പുണ്ട്, ഒരു വൃത്തിയിൽ, അങ്ങനെയൊക്കെ പറഞ്ഞത് ശരിയാണോ അതോ നന്നായിട്ട് തന്നെയാണോ? ഫ്രാൻസ് വളരെ ബ്യൂട്ടിഫുൾ ആണ്. എല്ലാ ബിൽഡിങ്ങുകളും വളരെ പ്രൗഡ് ഗംഭീരമാണ്. പിന്നെ അവിടുത്തെ ഒത്തിരി പിന്നെ ഇമിഗ്രൻസ് അങ്ങോട്ട് വന്നിട്ടുണ്ട്, അതായത് ഇല്ലീഗലായിട്ടുള്ള അവർ അവിടെ പിന്നെ മോശമാക്കി ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇച്ചിരി ഒരു ഇൻസെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. പക്ഷെ നമ്മളിപ്പോൾ അലക്സിൻ്റെ ഒക്കെ കൂടെ പോകുന്നെങ്കിൽ അപ്പോൾ നമ്മളെ ആരെങ്കിലും പിന്നെ നമ്മുടെ
നമ്മുടെ ബാഗ് അല്ല മോഷ്ടിക്കുമെന്നോ പണം മോഷ്ടിക്കുമെന്നോ നമ്മളെ ഉപദ്രവിക്കുമെന്നൊന്നും പേടിക്കണ്ട. കാരണം ഓരോ പിന്നെ ആർക്കിടെക്ചറൽ വർക്കിൻ്റെയും അല്ലെങ്കിൽ ഓരോ ബിൽഡിങ്ങിൻ്റെയും തൊട്ട് അടുത്ത് തന്നെ അവർ കൊണ്ട് നമ്മളെ ഇറക്കി വിടും. നമ്മളിത് കണ്ടു കഴിയുമ്പം അലക്സിനെ വിളിച്ചാൽ മതി. അലക്സ് വന്ന് ഏറ്റവും അടുത്ത സ്ഥലത്ത് തന്നെ നമ്മളെ പിക്ക് ചെയ്യുകയും ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പൈസ നമ്മൾ എങ്ങനെയാണ് കൊണ്ടുപോയത്? ഞാൻ ഇവിടെ പോയപ്പോൾ ഒരു അപ്പ് കാർഡ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡെബിറ്റ് കാർഡ് ഉണ്ടേ, അത് ബെൻഡിഗോ ബാങ്കിൻ്റെയാണ്. അത് വളരെ ഉപകാരപ്പെട്ടു കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തുക അതിനകത്ത് ഇട്ടിട്ടാൽ മതി. അന്നേരം പിന്നെ ആരും പിന്നെ അത് മിസ്യൂസ് ചെയ്യുന്ന നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ അപ്പ് കാർഡ് നമ്മുടെ മൊബൈൽ ഫോണുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും നമുക്ക് മെസ്സേജ് വരും, അന്നേരം തന്നെ മെസ്സേജ് വരും. അപ്പോൾ നമ്മൾ കൂടുതൽ പേ ചെയ്തോർത്ത് നമ്മൾ വറിയിടാണ്ട കാര്യമില്ല. ഓക്കെ. അപ്പോൾ അത് യൂറോ ആയിട്ടാണ് കൊടുത്തത് അതോ ഓസ്ട്രേലിയൻ ഡോളറാണോ അപ്ലോഡ് ചെയ്തത് ഈ കാർഡിലേക്ക്? നമ്മൾ പിന്നെ ഓസ്ട്രേലിയൻ ഡോളറായിട്ട് പിന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്താൽ മതി. നമ്മുടെ ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചാൽ മതി. അത് കൺവേർട്ട് ചെയ്ത് അത് യൂറോ ആയിട്ടോ അല്ലെങ്കിൽ സ്വിസ് ഫ്രാങ്ക് ആയിട്ടോ ഒക്കെ അത് പേ ചെയ്തോളൂ. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ മറ്റു കാര്യം, നമ്മൾ 10-14 ദിവസത്തേക്ക് വേണ്ടി പോകുമ്പോൾ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമല്ലോ, അതെങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത്? നമ്മൾ പിന്നെ യൂറോപ്പിലൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കാലാവസ്ഥ മാറും. അപ്പോൾ നമ്മൾ തണുപ്പിനുള്ളതും ചൂടിനുള്ളതും ഉള്ള ഡ്രസ്സുകളൊക്കെ നമ്മളെപ്പോഴും കരുതി വെക്കും. അപ്പോൾ അതൊരു ബാഗിനകത്താക്കിയാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്. ചിലപ്പം പെട്ടെന്ന് തണുപ്പാകും, പിന്നെ സ്വിറ്റ്സർലാൻഡ് ചിലപ്പോൾ പെട്ടെന്ന് മഞ്ഞാകും, ചിലപ്പോൾ മഴയാകും. അതിനുള്ള കാര്യങ്ങളൊക്കെ കരുതിയാണ് പോയത്. പക്ഷെ നമ്മൾ ഈ സെപ്റ്റംബർ മാസമൊക്കെ പോവുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ല. ഇല്ല. പിന്നെ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലുള്ള മറ്റൊരു വിഷയം, നമുക്ക് അവിടെ ഇന്ത്യൻ ഫുഡ് വല്ലപ്പോഴും കഴിക്കാനായിട്ട് ചാൻസ് ഉണ്ടോ? ഉണ്ടല്ലോ. അലക്സ് പിന്നെ ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ ചെന്ന് പൊറോട്ടയും ബീഫ് കറിയും ഒക്കെ കഴിച്ചത്. അപ്പോൾ അങ്ങനെ വലിയ വിഷയം വരില്ല, ഒരു വിഷയം ഇല്ല. അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ മിലാനിൽ ചെന്ന് തോന്നുന്നു അവിടുത്തെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഏറ്റവും നല്ല തണ്ടൂരി ചിക്കൻ നോർത്ത് ഇന്ത്യൻസ് നടത്തുന്നുണ്ട്. ഈ അലക്സിന് കാര്യങ്ങളൊക്കെ അറിയാം, അവിടുത്തെ ഓരോ കടകളും ഇന്ത്യൻ കടകളെല്ലാം അറിയാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള പിസ്സ, പിന്നെ അതുപോലെ തന്നെ പാസ്ത, ഇതെല്ലാം നമ്മൾ കഴിച്ചു. പക്ഷേ മെയിനായിട്ട് നമ്മൾ ഇന്ത്യൻ ഫുഡാണ് അവിടെ ചെന്നിട്ടും കഴിച്ചത്. അങ്ങനെ ഒരു വിഷയങ്ങളൊന്നും വന്നിട്ടില്ല, ഒന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല. ചെന്നപ്പോൾ നല്ല പിസ്സ കഴിക്കാൻ പറ്റും, ഇറ്റാലിയൻ പിസ്സ കഴിക്കാൻ പറ്റും. അത് തന്നെ ഒത്തിരി പല വെറൈറ്റികൾ. അപ്പം നമ്മൾ ഇറ്റലി ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ഒരു പിസ്സ മൊത്തമായിട്ട് മേടിക്കണമെന്നില്ല, ഓരോ പീസായിട്ട് നമുക്ക് കിട്ടും. അവിടെ 10-15 ടൈപ്പ് പിസ്സ ഉണ്ട്. അപ്പോൾ ഓരോ ഇപ്പം നമുക്കൊരു 4 തരം വേണമെങ്കിൽ അവർ 4 പീസായിട്ട് തൂക്കിയാണ് അവർ തരുന്നത്. എത്ര സ്ഥലങ്ങളാണ് ഈ 14 ദിവസം കൊണ്ട് കാണാനായിട്ട് സാധിക്കുക? അത് നല്ലൊരു ചോദ്യമാണ് ജിൽസ. എന്താണെന്നറിയോ, നമ്മളിപ്പോൾ യൂറോപ്പിൽ പോകുന്ന ഇത്രയേറെ രാജ്യങ്ങളുണ്ടല്ലോ. കാരണം 14 ദിവസമല്ലേ, അങ്ങനെ 14 രാജ്യങ്ങളിലേക്ക് പോയേക്കാം. അങ്ങനെ പോയാൽ വലിയ പ്രശ്നമാണ്. കാരണം ഇതൊക്കെ കാണാൻ ഏറെ സമയമെടുത്ത് നമ്മൾ കാണണം, അതിനും എൻജോയ് ചെയ്യണം. അതിന് മാത്രമുണ്ട്. ഞങ്ങളതുകൊണ്ട് മെയിനായിട്ട് 3 രാജ്യങ്ങളാണ് കണ്ടത്. ഞങ്ങൾ ആദ്യമായിട്ട് പിന്നെ ഇറ്റലി, പിന്നെ ഫ്രാൻസ്, അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡ്. ജർമ്മനി ഇവിടുന്ന് കയറി ഇറങ്ങി പോയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ വിശദമായിട്ട് കണ്ടു. ഇനി പിന്നെ വേറൊരു സമയം കിട്ടുവാണെങ്കിൽ ഈ രാജ്യങ്ങൾ ഒഴിവാക്കി മറ്റു രാജ്യങ്ങളിലേക്ക് നമുക്ക് പോകാമല്ലോ. കറക്റ്റ്. അത് തന്നെ നമ്മൾ മലയാളികൾ എപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകും, പക്ഷെ ഒന്നും കാണില്ല. എല്ലാം ടച്ച് ചെയ്ത് അങ്ങ് പോവുകയുള്ളൂ. പലപ്പോഴും നമ്മൾ പോകുമ്പോൾ ആ വണ്ടിയെ തന്നെ ഇരുന്നുകൊണ്ട് കാണുകയുള്ളൂ. പുറത്തുനിന്ന് ഇറങ്ങി അവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ആ കസേരയിലോ ബെഞ്ചിലൊന്നും ഇരിക്കാറില്ല, ഇറങ്ങി നടക്കാറില്ല. ഒരു കോഫി എല്ലാവരും കൂടെ കൂടി മേടിച്ച് കഴിച്ച് നല്ല ഫ്രഷ് കോഫി ഒക്കെ അവരുണ്ടാക്കി തരും, ഇറ്റാലിയൻ കോഫി. നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകണം. റെജിയും ഫാമിലിയും കൂടെ ഒരുമിച്ചാണ് പോയത്, അവരെല്ലാവരും കൂടിയാണ് പോയത്. അവർക്ക് റെജിയുടെ ഏറ്റവും ഇളയ കൊച്ചിന് എത്ര പ്രായമുണ്ട്? മോക്ക് 11 വയസ്സ്. 11 വയസ്സ്, അതായത് 10 വയസ്സ് കഴിഞ്ഞപ്പോൾ പോയതാ അവര്. അപ്പം അവർക്ക് എല്ലായിടത്തോടും നടക്കാനൊക്കെ പറ്റി, എല്ലാത്തിനും നടക്കാൻ പറ്റി. അത് തന്നെ. അപ്പോൾ ഇച്ചിരി നേരം എടുത്തോണ്ട് നടക്കാം. അതായത് പിന്നെ വത്തിക്കാൻ മ്യൂസിയത്തിൽ ഏറെ നടക്കാനുണ്ട്. അവിടെ കുറച്ച് നേരം ഞങ്ങൾ 2 തവണ കയറി ഇറങ്ങി. അതായത് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ 24 hour ടിക്കറ്റാണ് നമുക്ക് കിട്ടുന്നതേ. അപ്പോൾ വത്തിക്കാൻ മ്യൂസിയം ഏറെ പിക്ചേഴ്സും ഏറെ കാണാനുണ്ട്, സിസ്റ്റൈൻ ചാപ്പലും വത്തിക്കാൻ മ്യൂസിയം ഒക്കെ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒന്ന് കണ്ട് ഗൈഡിൻ്റെ കൂടെ കണ്ട് ഇറങ്ങി. പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങൾ ഒന്നുകൂടെ വിശദമായിട്ട് കാണാൻ പോയി. അന്നേരം കൊച്ചു മടുത്തു. അപ്പോൾ ഞാൻ കുറച്ച് നേരം പുറത്തെടുത്തിട്ടുകൊണ്ട് കൊച്ചിനെ നടക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാണാനുണ്ട്. നമ്മൾ 2 ദിവസമാണ് റിജിയൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തത് വത്തിക്കാനിൽ. അതേപോലെ തന്നെ നമ്മൾ ഓടിപ്പിടിച്ച് നടന്ന് കാണാൻ ശ്രദ്ധിക്കേണ്ടെന്നാണ് റിജിയുടെ അഭിപ്രായം. ചെല്ലുന്നിടത്ത് നന്നായിട്ട് ഇരുന്ന് എൻജോയ് ചെയ്ത് അവിടുത്തെ മന്ദമാരുതനും അവിടുത്തെ ഇളം കാറ്റും ഇളം വെയിലും എല്ലാം എൻജോയ് ചെയ്ത് എന്നാലേ നമ്മൾ ഓർത്തിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും.
നമ്മൾ ഏത് സ്ഥലത്തും പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകും. ഒരു സ്ഥലം നമുക്ക് ഓർത്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 25 മിനിറ്റ് കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്യണമെന്നാണ് പറയുന്നത്, എന്നാലും നമ്മൾ ഓർത്തിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടും. വളരെ എക്സ്പെൻസീവ്. റെജി എന്തെങ്കിലും കൂട്ട് ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല, ഇതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അത് തന്നെ. അതേപോലെ തന്നെ അലക്സിൻ്റെ നമ്പർ നമ്മൾ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അലക്സിനെ കോൺടാക്ട് ചെയ്യുക. അലക്സ് എല്ലായിടത്തും കൊണ്ടുവന്ന് കാണിക്കും. നമ്മളവിടെ പോകുമ്പോൾ നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കും. ഇനി അടുത്ത് എവിടെയാണ് പോകേണ്ടത്, എവിടെ അക്കോമഡേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കി വേറെ ആരെങ്കിലും ഏൽപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് അലക്സ് ഉണ്ട്. കാരണം അലക്സ് എന്ന് നമ്മൾ പറയാനായിട്ട് കാരണം റെജി അലക്സിൻ്റെ സർവീസാണ് ഉപയോഗിച്ചത്. അപ്പോൾ റെജി വളരെ ഹാപ്പിയാണ്. റെക്കമെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അലക്സിൻ്റെ നമ്പർ കാര്യമെന്ന് പറയുന്നത്. അത് തന്നെ കേട്ടോ. അപ്പം എല്ലാവർക്കും യൂറോപ്പ് പോയി കണ്ട് എൻജോയ് ചെയ്ത് അവിടുത്തെ ഭംഗി ആസ്വദിക്കാനായിട്ട് ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു റെജി കേട്ടോ. താങ്ക് യു. ബൈ.